ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് ആണ് നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്രോഷ്യ മിനി ഹാർട്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 4mm ഹുക്കാണ്. ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് 3mm അല്ലെങ്കിൽ 3.5 mm ഹുക്കാണ് കേട്ടോ. സ്ലിപ്പ് നോട്ട് ഇടാൻ യാണൊന്ന് നമ്മുടെ ഫസ്റ്റ് 2 ഫിംഗറിലൊന്ന് എക്സ് ഷേപ്പിലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിയിലത്തെ യാണിലിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് കയറ്റിയിട്ട് നമ്മുടെ മേലത്തെ യാണൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ഈ 2 ത്രെഡ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസിനാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹുക്ക് യാണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കിയിട്ട് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ 15 ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ യാണ് പിടിക്കുക. അങ്ങനെ 15 ചെയിൻ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഹുക്കുമ എടുക്കുന്ന ലൂപ്പ് ഒരു സ്റ്റിച്ച് അല്ല, അതിൻ്റെ അടിയിലുള്ളതാണ് ഫസ്റ്റ് സ്റ്റിച്ച്, അതിനുശേഷം സെക്കൻഡ് സ്റ്റിച്ച്. ഈ ഒരു സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുകയാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹുക്ക് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് പുൾ ബാക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഹുക്കുമ 2 ലൂപ്പാണുള്ളത്. ഇനി ഒരു ട്വിസ്റ്റും കൂടിയും കൊടുത്തിട്ട് നമ്മൾ ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സിംഗിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഫുള്ളും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ച് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ സെക്കൻഡ് ചെയിനുമൊക്കെയാണ് നമ്മുടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ തേർഡ് ചെയിനുമൊക്കെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഹുക്കുമ എടുക്കുന്ന ലൂപ്പ് നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഫസ്റ്റ് നമ്മുടെ ഹുക്കുമ ഒരു ട്വിസ്റ്റ് കൊടുക്കുക. അതിനുശേഷം തേർഡ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് പുൾ ബാക്ക് ചെയ്യുക. ഇപ്പോൾ ഹുക്കുമ 3 ലൂപ്പ് ഉണ്ട്. ഇനി ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ട് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. എഗെയിൻ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, അതിനുശേഷം പിന്നെ നമ്മൾ പുൾ ബാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹുക്കുമ 3 ലൂപ്സ് ഉണ്ടാവും. എന്നിട്ട് 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്യുന്നു. ഇതേപോലെ നമ്മൾ എല്ലാ ചെയിൻ സ്റ്റിച്ചിലും ചെയ്ത് കൊടുക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യക്ക് നമ്മൾ HDC എന്നും പറയും കേട്ടോ. നെക്സ്റ്റ് സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യ ആണ്. അതിന് 15 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ തേർഡ് ചെയിൻ സ്റ്റിച്ചിലേക്കാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് നമ്മൾ 4th ചെയിൻ സ്റ്റിച്ചിലേക്കാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നു, അതിനുശേഷം 4th ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു ട്വിസ്റ്റും കൂടി കൊടുത്തിട്ട് പുൾ ബാക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഹുക്കുമ 3 ലൂപ്പ് ഉണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ലൂപ്പാണുള്ളത്. ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എഗെയിൻ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് പുൾ ബാക്ക് ചെയ്യുന്നു. അപ്പോൾ ഹുക്കുമ 3 ലൂപ്പ് ഉണ്ടാവും. ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ലൂപ്പ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഡബിൾ ക്രോഷ്യക്ക് DC എന്നാണ് കേട്ടോ പറയുക.
നെക്സ്റ്റ് സ്റ്റിച്ച് ട്രബിൾ ക്രോഷ്യ ആണ്. അഗെയിൻ 15 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രബിൾ ക്രോഷ്യക്ക് നമ്മൾ 5th ചെയിൻ സ്റ്റിച്ചിലേക്കാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യക്കും ഡബിൾ ക്രോഷ്യക്കും നമ്മൾ ഒരു പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ട്രബിൾ ക്രോഷ്യക്ക് നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് 5th ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്യുക, പുൾ ബാക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹുക്കുമ്പോൾ 4 ലൂപ്പാണ് ഉണ്ടാവുക. ഫസ്റ്റ് 2 ലൂപ്പിലൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഹുക്കുമ്പോൾ 3 ലൂപ്പ് ഉണ്ടാകും. ഫസ്റ്റ് 2 ലൂപ്പിലൂടെ ഒന്നും കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ലൂപ്പാണ് ഹുക്കുമ്പോൾ ഉണ്ടാവുക. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പുൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ട്രബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. എഗെയിൻ നമ്മൾ 2 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, പുൾ ബാക്ക് ചെയ്യുന്നു. ഹുക്കുമ്പോൾ 4 ലൂപ്പ് ഉണ്ടാവും. ഫസ്റ്റ് 2 ലൂപ്പിലൂടെ ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ഫസ്റ്റ് 2 ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും. ആ 2 കൂടി ഒന്ന് പുൾ ചെയ്യുക. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബേസിക് സ്റ്റിച്ചസ് വരുന്നത്. ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, പിന്നെ ട്രബിൾ ക്രോഷ്യ. നെക്സ്റ്റ് നമ്മൾ ക്രോഷ്യ മിനി ഹാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്രോഷ്യ മിനി ഹാർട്ടിന് മാജിക് റിംഗ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ മാജിക് റിംഗ് ചെയ്യുന്നത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ വലിക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു റിങ് കിട്ടും. ഈ റിങ്ങിനൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ 3 ട്രബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. 2 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് പുൾ ബാക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക. പിന്നെ സെക്കൻഡ് 2 ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് 2 ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ 4 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, പുൾ ബാക്ക് ചെയ്യുക. പിന്നെ ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആദ്യം നമ്മൾ 3 ഡബിൾ ക്രോഷ്യയും 4 ഡബിൾ ക്രോഷ്യയായിരുന്നു. ഇനി നമ്മൾ 4 ഡബിൾ ക്രോഷ്യയും 3 ട്രബിൾ ക്രോഷ്യയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും അടിയിൽ ചെറിയൊരു യാണുണ്ട്. അത് നമ്മളൊന്ന് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആവട്ടോ ഇതേപോലെ. ഇനി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മുടെ ഈ ഒരു ഹുക്ക് ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പുൾ ബാക്ക് ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി
ഇനി നമ്മൾ ആ യാണിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹാർട്ട് നല്ല സെക്യൂർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് 2 ത്രെഡും കൂടിയും വലിച്ചിട്ട് നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രോഷ്യ മിനി ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ 3 എണ്ണം കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏത് ഹാർട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലത്തെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.